സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ നേരെ തിരിഞ്ഞു എന്നിട്ട് സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു, സ്വഹാബ, നാളെ മുഴുവൻ ആളുകളുടെയും കയ്യിൽ ഞാൻ ഹൗലുൽ കൗസർ കൊടുക്കും. ഹൗദിലെ വെള്ളം എല്ലാവരുടെയും കൈകളിൽ കൊടുക്കുമ്പോൾ ഒരാളുടെ വായിൽ ഞാൻ ഒഴിച്ചു കൊടുക്കും. സ്വഹാബ, ആ സദസ്സിൽ പ്രമുഖരായ സ്വഹാബികളൊക്കെയുണ്ട്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അവരൊക്കെ പ്രമുഖരായ സ്വഹാബത്തുള്ള മജ്ലിസിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോൾ എല്ലാ സ്വഹാബത്തും അബൂബക്കർ തങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്, ഉസ്മാൻ തങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആരുടെ വായിലാണ് നാളെ ഹൗദുൽ കൗസർ ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് അറിയാൻ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരെന്നറിയുമോ? അവിടുന്ന് പറയുകയാണ്, നാളെ എല്ലാവരുടെ കൈകളിൽ ഹൗദുൽ കൗസർ കൊടുക്കുമ്പോൾ ഒരാളുടെ വായിൽ മാത്രം ഹൗദുൽ കൗസർ ഒഴിച്ചു കൊടുക്കുന്ന ആള് ആരെന്നറിയുമോ? സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങളുടെ വായിലാണ് നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിൽ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വായിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗദുൽ കൗസർ ഒഴിച്ചു കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ, പ്രവാചകൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മഹാനായ ബിലാൽ തങ്ങൾ മുസ്ലിമായതിന്റെ കാരണത്താൽ വല്ലാതെ പീഡിപ്പിക്കുകയാണോ? ഉത്ബത്ത് ശൈബത്തദാ മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് നെഞ്ചിൽ പാറക്കല്ല് വെച്ചുകൊണ്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ബിലാൽ തങ്ങൾ കരയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ രക്ഷിക്കണം നബിയേ, സഹായിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളോട് ക്ഷമിക്കാൻ പറയുകയാണ്. ഒരു ദിവസം അതാ നട്ടുച്ച സമയത്ത് ളുഹർ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരുമ്പോൾ, ളുഹർ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കരയുകയാണ്, വല്ലാതെ ദാഹിച്ച് കരയുകയാണോ? അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ അവിടുന്ന് കരയുകയാണ്, യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് രക്ഷിക്കണം നബിയേ. അവിടുന്ന് ബിലാൽ തങ്ങൾ വെള്ളത്തിന് ചോദിച്ചപ്പോൾ, മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്നതായ മരുഭൂമിയിൽ ദാഹിച്ച് വലഞ്ഞപ്പോൾ അവിടുന്ന് മഹാനായ ബിലാൽ തങ്ങൾ വെള്ളം ചോദിച്ചപ്പോൾ അവിടുന്ന് യജമാനൻ വെള്ളം കൊണ്ടുകൊടുക്കുകയാണ്. എന്ത് വെള്ളമാണെന്നറിയുമോ? ഒട്ടകത്തിന്റെ മൂത്രം കൊണ്ടുപോയി കൊടുക്കുകയാണ്.
ഒട്ടകത്തിന്റെ മൂത്രം കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവിടുന്ന് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ബിലാൽ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുടിക്കു ബിലാലേ, നിനക്ക് ഞാൻ നാളെ ഹൗദുൽ കൗസർ വെള്ളം ഞാൻ വായിൽ ഒഴിച്ചു തരും ബിലാലേ. ക്ഷമിക്കു ബിലാലേ, ക്ഷമിക്കു ബിലാലേ. എല്ലാവരുടെയും കൈകളിൽ ഞാൻ ഹൗദിന്റെ വെള്ളം കൊടുക്കുമ്പോ, എല്ലാവരുടെ കയ്യിൽ ഹൗദുൽ കൗസർ കൊടുക്കുമ്പോൾ നിന്റെ വായിൽ ഞാൻ ഒഴിച്ചു തരും ബിലാലേ. അതുകൊണ്ട് ക്ഷമിക്കു ബിലാലേ എന്ന് അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിൽ ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ബിലാൽ തങ്ങൾക്ക് വലിയ സന്തോഷമാവുകയാണ്. ബിലാൽ തങ്ങൾ ചിരിക്കുകയാണ്, ബിലാൽ തങ്ങൾ ചിരിക്കുകയാണ്. ദാഹം മറക്കുകയാണ്, ചൂട് മറക്കുകയാണ്, എല്ലാ കഷ്ടപ്പാടുകളും മറന്നുകൊണ്ട് ബിലാൽ തങ്ങൾ ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വായിൽ ഹൗദുൽ കൗസർ ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ബിലാൽ തങ്ങൾക്ക് വലിയ സന്തോഷമാവുകയാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഹിസാബില്ലാതെ, ചോദ്യങ്ങളില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അവര് ക്ഷമിക്കുന്നവനാണ്, അവന് ക്ഷമിക്കുന്നവനാണ്. അല്ലാഹു ഒരു പ്രയാസം കൊടുക്കുമ്പോൾ, അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ ആ പരീക്ഷണത്തെ മതിമറന്നുകൊണ്ട്, ആ പരീക്ഷണത്തെ മറന്നുകൊണ്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് ക്ഷമിച്ചാൽ അല്ലാഹു കൊടുത്തതായ പരീക്ഷണമുണ്ടല്ലോ, ആ പരീക്ഷണത്തിന്റെ പേരിൽ ഒരാൾ ക്ഷമിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവനിക്ക് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ഹിസാബില്ലാതെ രണ്ടാമത്തെ ആള് സ്വർഗ്ഗത്തിൽ കടക്കുന്ന ആൾ ആരെന്നറിയുമോ? തതജാഫാ ജുനൂബുഹും അനിൽ പാതിരാത്രിയിൽ എല്ലാ സുഖങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, അതാ പുതപ്പിനടിയിലുള്ള എല്ലാ സുഖങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പുതച്ചു മൂടിക്കിടക്കുന്ന സമയത്ത്, നല്ല സുഖത്തിൽ ഉറങ്ങേണ്ട സമയത്ത് ആരാണോ പാതിരാത്രിയിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവന്, അല്ലാഹുവിന് വേണ്ടിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുവൻ ആരെന്നറിയുമോ? തഹജ്ജുദ് നിസ്കരിക്കുന്നവനുണ്ടല്ലോ, അവന് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹു അതാ ഹബീബായ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കൊരു വിഭാഗത്തെ വല്ലാതെ ഇഷ്ടമാണ് നബിയേ, ഒരു വിഭാഗത്തെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് നബിയേ, ഒരു വിഭാഗത്തെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് നബിയേ. അവർ എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഞാൻ അവരെ ഇഷ്ടപ്പെടും നബിയേ. അവരെന്നിലേക്ക് അടുക്കുന്നതിനേക്കാൾ ഞാൻ അവരിലേക്ക് അടുക്കും നബിയേ. അവരെന്നിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഞാൻ അവരിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കും നബിയേ. അവർ എന്നെ ഓർക്കുന്നതിനേക്കാളും ഞാൻ അവരെ ഓർക്കും നബിയേ. അവരെന്നിലേക്ക് നടന്നു വന്നാൽ അവരിലേക്ക് ഞാൻ ഓടിപ്പോകും നബിയേ. അവരുടെ കണ്ണ് നിറയുന്നത് പോലും, അവരുടെ കണ്ണ് നിറയുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല നബിയേ. അവരുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീരുറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല നബിയേ. അവരുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് വീണാൽ അല്ലാഹുവിന്റെ സിംഹാസനവും പോലും വിറച്ചു പോകും നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടുന്ന് ചോദിക്കുകയാണ്, ഇത്രയും വലിയ പ്രതിഫലമുള്ള ആൾ ആരാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു കൊടുത്തില്ല, അല്ലാഹു പറഞ്ഞു കൊടുത്തില്ല. ഇത്രയൊക്കെ വലിയ മഹത്വം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ ചോദിച്ചു, അല്ലാഹ് ആരാണ് അവര്? ഇത്രയും നിന്നിലേക്ക് അടുത്ത ആളുകൾ, ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണമുള്ള ആള് ആരെന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അവരുടെ അടയാളങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അവിടുന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. പാതിരാത്രി സമയത്ത് ഒന്നാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, ഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ആരാണോ നിസ്കരിക്കുന്ന ആളുകള്, അതാ എല്ലാ സുഖങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, ഉറക്കത്തിന്റെ എല്ലാ സുഖങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, പുതപ്പിന്റെ അടിയിലുള്ള എല്ലാ സുഖങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുക്ക് വേണ്ടിയിട്ട് ആരാണോ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവന്, അല്ലാഹുക്ക് വേണ്ടിയിട്ട് ആരാണോ 2 റക്അത്ത് നിസ്കരിക്കുന്നവന്, അവന്റെ അടയാളമാണ്, അവന്റെ ഒന്നാമത്തെ അടയാളമാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകളുടെ ഒന്നാമത്തെ അടയാളമാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ. നമ്മുടെ നാടുകളിൽ ആർക്കെങ്കിലും അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ് എന്നതിന്റെ ഒരടയാളമാണ് അവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആള് ആരാണെന്നറിയാൻ അവന്റെ ഒന്നാമത്തെ അടയാളമാണ് അവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനായിരിക്കും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, നാം കൃത്യമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, അല്ലാഹുവിന് എന്നെ വലിയ ഇഷ്ടമാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.